ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം മച്ചാന്മാർ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ FFൽ വളരെ പെട്ടെന്ന് തന്നെ പിങ്ക് ഡയമണ്ട് ഇവൻറ്റ് വരാൻ പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ന്യൂ ആയിട്ട് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നല്ല അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നു തുടങ്ങിയുള്ളത്. വരാവുന്ന ഡേറ്റിനെ കുറിച്ച് വരെ നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ FFലേക്ക് ലോൽ ഇമോട്ടീവ് വരാൻ പോകുന്ന കൂട്ടം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇവൻ്റെ ഡേറ്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ 20-ാം തീയതിയിലെ നാളെയാണ് വരേണ്ടത്, പക്ഷേ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ FFലേക്ക് നെസ്റ്റീസ് വരാൻ പോകുന്നത് മോക്കോ സ്റ്റോർ ഇവൻ്റെ 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റാൻഡമായിട്ടും കുറേയധികം അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് പിക്കില്ല ടോപ്പ് പല കമൻറ്റുകൾക്കുള്ള ആൻസറും ഉണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ റെഡിയും കോഡ് കണ്ടില്ല എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് റെഡിയും കോഡ് ആഡ് ചെയ്തതെന്നാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് കോഡ് ആയിട്ടുള്ളത്. ആകെ ഒരു റെഡിയും കോഡാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീട്ടിൽ വല്ല റെഡിയും കോഡ് ഉണ്ടോ എന്നൊക്കെ കുറേ ആൾക്കാർക്ക് അറിയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട്ടിൽ നമ്മൾ റെഡിയും കോഡ് ആഡ് ചെയ്യുന്നുണ്ട്. 2 കോഡാണ് ആഡ് ചെയ്യുള്ളത്. വീഡിയോ കണ്ടും കൊണ്ട് നിങ്ങൾ ഈ റെഡിയും കോഡ് എടുക്കാൻ നോക്കുക. റെഡിയും കോഡ് കാണുന്ന സ്പോട്ടിൽ തന്നെ റെഡീം ചെയ്ത് എടുക്കാനും മറക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നാളത്തെ വീട്ടിൽ റെഡിയും കോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു 700 ലൈക്ക് തന്നെ. അപ്പോൾ ഞാൻ കൂട്ടുന്നൊന്നുമില്ല, 700 ലൈക്ക് തന്നെ നാളെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അടുത്ത വീഡിയോയിലും റെഡിയും കോഡ് വരും കേട്ടോ. അപ്പോൾ ഇത്തരത്തിനുള്ളൂ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഈ നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അപ്പം മച്ചന്മാർ നമ്മൾ FFലേക്ക് ന്യൂ ആയിട്ടൊരു ഇമോട്ട് റോൾ ഇവന്റ് വരാൻ പോകുന്ന കൂട്ടം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് ഇതിലൂടെയാണ് നമ്മളെ ലോൽ ഇമോട്ട് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് വേൾഡ് കപ്പ് പോലുള്ളൊരു ഡുവോ ഇമോട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ടൊരു സെലിബ്രേറ്റിംഗ് ഇമോട്ടൊക്കെ വരുന്നുണ്ട്. മെയിനായിട്ട് 3 ഇമോട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇമോട്ട് റോൾ കൊണ്ട് ശരിക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നാളെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. 20-ാം തീയതിയിലെ നാളെയാണ് ശരിക്കും നമ്മൾ FFൽ വരേണ്ടതായിട്ടുണ്ടെന്ന്. എങ്കിൽ പോലും ഇപ്പോൾ ഡേറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. അധികം മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റന്നാൾ ചൊവ്വാഴ്ച 21-ാം തീയതിയിൽ ചൊവ്വാഴ്ച നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഇമോട്ട് റോൾ വേണ്ടി നമ്മൾ FFൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബ്രദർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൺഡേ വരാൻ പോകുന്ന ഇമോട്ട് റോയിൽ എത്ര ഡേ ഉണ്ടാവുന്നതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മൺഡേയിൽ വരാൻ നമുക്ക് വരാൻ പോകുന്നത് ചൊവ്വാഴ്ച കേട്ടോ. അപ്പോൾ അതിന് എത്ര ഡേ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു 7 ഡേകളൊക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡേനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 7 ഡേയ്സ് കുറഞ്ഞത് ഉണ്ടാവും. ഓക്കെ, മാക്സിമം കുറഞ്ഞത് ഒരു 7 ഡേയ്സ് ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും നാളേക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടാൻ ഞാൻ അറിയിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ FFലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന മോക്കോ സ്റ്റോർ ഇവനെ കുറിച്ച് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവൻറ്റ് വരാൻ പോകുന്ന ഒഫീഷ്യലല്ല ബാനർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് വരാൻ പോകുന്നത് നമുക്ക് ആദ്യം ഇതുപോലുള്ള, അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ബാനറിൽ തന്നെ കാണുന്ന എന്തൊക്കെ ഐറ്റംസ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന 2 കിട്ടിയില്ല റൈവൽ ആനിമേഷനാണ്. നമ്മളെ ഫ്രീ ഫയറിൽ നമ്മുടെ പ്രൊഫൈലൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഷോ ആവുമല്ലോ. അപ്പോൾ അത് നമ്മൾ MVP ഒക്കെ എടുക്കുന്ന ടൈമിൽ ഷോ ആവുമല്ലോ. അപ്പോൾ അതേ സംഭവം തന്നെ കേട്ടോ. അപ്പോൾ അതിന് വരാൻ പോകുന്നത് നമുക്ക് ഫുട്ബോൾ തീമിലൊരു കിഡിലനാല റൈവൽ ആനിമേഷനാണ്. നല്ലൊരു സംഭവം തന്നെ കേട്ടോ. നമ്മൾ ഫുട്ബോളൊക്കെ ഗോൾ അടിക്കുന്ന ടൈമിൽ കുറേ അധികം പ്ലേയേഴ്സ് ഇതുപോലെയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കിഡിലനാലൊരു അറൈവൽ ആനിമേഷനാണ്. നെക്സ്റ്റ് വണ്ണ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതുപോലൊരു അറൈവൽ ആനിമേഷൻ ആയിട്ട് നമ്മൾ അച്ചീവറിൻ്റെ ഒരു കിഡിലനാല അറൈവൽ ആനിമേഷനാണ്. അപ്പോൾ ഈ 2 ഐറ്റം കൂടിയുള്ള ഒരു മോക്കോ സ്റ്റോർ ഇവൻ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് മാത്രമാവില്ല, ഒരുപക്ഷെ നമുക്ക് റാൻഡമായിട്ടും കുറച്ച് ഐറ്റംസ് ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മോക്കോ സ്റ്റോർ ഇവൻ്റ് നമ്മുടെ FFൽ വരാൻ പോകുന്ന കൺഫേം ആയ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 23-ാം തീയതി 100% കൺഫേം ആണ്. ട്രൈ ചെയ്യുക. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 23-ാം തീയതി നമുക്ക് ഇങ്ങനൊരു മോക്കോ സ്റ്റോർ ഇവൻറ്റ് നമ്മൾ FFൽ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ FFലേക്ക് ഞാൻ ഒരു മ്യൂസിക് തീമിൽ കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ ഈ ചാനലാണെന്നറിയില്ല, നമ്മുടെ മറ്റേ ചാനലാണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസ് കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഒരു മ്യൂസിക് തീംഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. ഒരു റിംഗ് ഇവൻ്റൊക്കെ മെയിനായിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വരാമെന്ന് ഈ ബണ്ടിലാണ്. ഈ ബണ്ടിൽ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും.
ഓക്കെ, അപ്പോൾ അത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബണ്ടിൽ വരുന്നുണ്ട്. ബണ്ടിൽ നമുക്ക് സ്പെഷ്യൽ എഫക്റ്റും കാലൊക്കെ ഉണ്ട്. നമുക്ക് നോക്കണം മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കൊമ്പ് 2 ചെറിയ കൊമ്പ് ഇങ്ങനെ വരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ബാക്കിൽ എഫക്റ്റൊക്കെ വരുന്നുണ്ട്. സംഭവം തന്നെ നൈസ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടൊരു നല്ലൊരു ബണ്ടിൽ തന്നെയാണ്. നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത് നമുക്ക് അതുപോലൊരു ഫീമെയിൽ ബണ്ടിലാട്ടോ. അപ്പോൾ ഈ ഫീമെയിൽ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെറുത്തായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. നെക്സ്റ്റ് വരാൻ പോകുന്ന ഇങ്ങനൊരു ഫീമെയിൽ ബണ്ടിലാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അധികം കുറ്റം പറയുന്നില്ല, എഫക്റ്റും കാലൊക്കെ നല്ലോണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ അധികം നല്ലത് നമ്മൾ സെക്കൻഡ് കണ്ട ഫീമെയിൽ ബണ്ടിൽ തന്നെയൊക്കെ നെക്സ്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു ജാക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. കിഡിലെ നല്ല ജാക്കറ്റാണ്. അപ്പോൾ അത് കണ്ട ടൈമിൽ നെക്കിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ടീഷർട്ട് പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടോ. സംഭവം നൈസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കിംഫിഷ് എന്നൊരു സ്കിന്ന് വരുന്നുണ്ട്. ആട്രിബ്യൂട്ട് നോക്കാം ഡബിൾ അക്രോസി സിംഗിൾ റീലോഡ് സ്പീഡാണ്. റേഞ്ച് എന്തോ മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയൊരു സ്കിന്ന് എന്നൊക്കെ പറയാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് ഇതുപോലൊരു ഗ്ലൂ വാൾ സ്കിന്ന് വരുന്നുണ്ട്. ഒരു DJ പോലെ ഡിസ്കോ ലൈറ്റ് ഒക്കെ അല്ലേ, അപ്പോൾ അതുപോലൊരു ഗ്ലൂ വാൾ സ്കിന്ന് വരുന്നുണ്ട്. നല്ല എഫക്റ്റും കാലൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇതുപോലെ ലൂട്ട് ബോക്സ് ആട്ടോ. നമ്മളെ ഈ കറ്റാണിങ്ങനെ തറച്ച് നിൽക്കുന്ന പോലുള്ള ഒരു ഈ ലൂട്ട് ബോക്സ് ആണ്. അപ്പോൾ അത് തന്നെ നെക്സ്റ്റ് ആയിട്ട് വരാമെന്നൊരു ഐറ്റം നോക്കുകയാണെങ്കിൽ ഒരു ബാഗ് സ്കിന്നാട്ടോ. ഒരു പക്ഷിൻ്റെ ചിറക് പോലെയാണ് നമ്മളെ ഗറീന് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പിക്കപ്പ് ട്രക്കിൻ്റെ സ്കിന്ന് നമ്മളെ ഗറീനെ കൊണ്ടുവരുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയുണ്ട്. ഫുള്ള് സ്പീക്കേഴ്സ് ആട്ടോ ഉള്ളിലൊക്കെ. അത് തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മളെ പെറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിനൊരു സ്കിൻ കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാസിൽ പെറ്റുണ്ടല്ലോ, അപ്പോൾ അതിന് നല്ല ക്യൂട്ടായൊരു സ്കിൻ കൂടി മേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അവതാറും പാഞ്ചറും, അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പാടെ കൂടുതൽ ഒരു റിങ് വേണ്ടി നമ്മൾ FFൽ പ്രതീക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാതും പാടെ ഒരു ടൈമിൽ ഒരു റിങ്ങിലൂടെ തന്നെ എല്ലാം പാടെ കൊണ്ടുവരുന്നില്ല. ഒരു പക്ഷേ വാളൊക്കെ നമുക്കൊരു റോയൽ ഇവൻ്റിലൂടെ ഒക്കെ കൊണ്ടുവരാനും സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും യൂണിവേഴ്സൽ റിങ് വേണ്ടി നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ബണ്ടിലൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകും നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലത്തെ നമ്മുടെ മെയിൻ കണ്ടന്റ് ആണ്. അപ്പം മച്ചന്മാർ നമ്മൾ FFലേക്ക് നെക്സ്റ്റ് വരാൻ പോകും നമ്മുടെ ബ്ലഡ് മൂൺ ഇവൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ FFലേക്ക് പിങ്ക് ഡയമണ്ട് ഇവൻറ്റീസ് വരാൻ പോവാണ്. അപ്പോൾ ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലഡ് മൂൺ ഇവൻറ്റിൻ്റെ ഐക്കൺ നോക്കാം. നമ്മളെ ഫോക്സിൻ്റെ ഐക്കണാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് പിങ്ക് ഡയമണ്ട് ഇവൻറ്റിൻ്റെ ഓപ്ഷൻസും കാലമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ആഗസ്റ്റ് മന്തിൽ നമ്മളെ പിങ്ക് ഡയമണ്ട് ഇവൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബ്ലഡ് മൂൺ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആഗസ്റ്റ് മന്തിലാണ്. ഏകദേശം ഒരു മിഡൊക്കെ ആവുന്ന ടൈമിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പിങ്ക് ഡയമണ്ട് ഇവൻറ്റ് നമ്മുടെ FFൽ വരാൻ ഹൈലി ചാൻസ് ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് ലീക്കേഴ്സിൻ്റെ സൈഡിൽ ന്യൂ ആളൊരു വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പിങ്ക് ഡയമണ്ട് നമുക്കൊരു മിനി ഇവൻറ്റിൽ റിവാർഡ്സ് ആയിട്ട് വെച്ച് കാണാൻ പറ്റും. അതുകൂടാതെ നമുക്ക് റിവാർഡ്സ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ അവതാർ ഉണ്ട്, ബാനർ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലൊരു ഇമോട്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിങ്ക് ഡയമണ്ട് സ്റ്റോൾ ഇതിലുണ്ടായിരുന്നോ എന്നൊക്കെ കുറച്ച് ഡൗട്ട് ഉണ്ട്. ഇത് ന്യൂ ഇമോട്ടാണ് തോന്നുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ആയിട്ട് അതുപോലെ നമ്മൾ ട്രോഗ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പിങ്ക് ഡയമണ്ട് സ്റ്റോൾ എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ വരാനും സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ റിവാർഡ്സ് ഉണ്ട് ട്രോഗണ്ണും. അപ്പോൾ അതുപോലെ തന്നെ ആ ഇമോട്ടും അതുപോലെ തന്നെ അവതാറും ബാനറൊക്കെ ഒരുപക്ഷെ നമുക്ക് പിങ്ക് ഡയമണ്ട് സ്റ്റോറിനകത്ത് തന്നെ കൊണ്ടുവരാനും ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ ഇന്ത്യൻ സൗണ്ടിലൊക്കെ അങ്ങനെയാണ് നടക്കാറുള്ളത്. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല, നമുക്കറിയില്ല, അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പിങ്ക് ഡയമണ്ട് കിട്ടാൻ വെച്ചാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിങ്ക് ഡയമണ്ട് കളക്ട് ചെയ്തല്ലോ. അപ്പോൾ അതേപോലെ തന്നെ കാരണം നമുക്ക് ചെറിയ മിഷൻസ് ഉണ്ടാവും. ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യുക ആ ടൈമിൽ നമുക്ക് പിങ്ക് ഡയമണ്ട് എടുക്കുക. അപ്പോൾ അത് തന്നെ പിങ്ക് ഡയമണ്ട് കളക്ട് ചെയ്യാൻ തന്നെ കുറച്ച് ടൈം ഉണ്ടാവും, കുറച്ച് ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിങ്ക് ഡയമണ്ട് കളക്ട് ചെയ്യാനേ പറ്റൂല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാലാക്കാരം പിങ്ക് ഡയമണ്ട് കളക്ടിങ് കഴിഞ്ഞ ശേഷമാക്കാരം നമ്മൾ പിങ്ക് ഡയമണ്ടിൻ്റെ എക്സ്ചേഞ്ച് സ്റ്റോറീസ് നമ്മളെ ഗറീനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും നല്ല ഷോക്കായിട്ട് തോന്നിയൊരു കാരണം നോക്കുകയാണ് പിങ്ക് ഡയമണ്ടും അതുപോലെ തന്നെ റിയൽ ഡയമണ്ടും വേണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ഓൾഡ് ടൈമിൽ പോലെയല്ല, പിങ്ക് ഡയമണ്ട് വേണം. അതുപോലെ തന്നെ കുറച്ച് ഡയമണ്ട് നമ്മുടെ റിയൽ ഡയമണ്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെറും പിങ്ക് ഡയമണ്ട് ഒരു റിവാർഡ്സും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാതെ വെറും പിങ്ക് ഡയമണ്ട് വെച്ചുകൊണ്ടുവരും നല്ല റിവാർഡ്സ് എടുക്കാൻ പറ്റുന്ന പോലെ ഒരു ഇവൻറ്റ് കൊണ്ടുവന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ ചെയ്യാൻ പോകുന്ന അറിയുന്നത് എന്തായാലും ആഗസ്റ്റ് മന്തിൽ പിങ്ക് ഡയമണ്ടിൻ്റെ ഒരു ഇവൻറ്റ് നമ്മൾ FFൽ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ജൂലൈ മന്ത് ഏകദേശമൊക്കെ ഇൻഡാവാറായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആഗസ്റ്റ് മന്ത് ആകുമ്പോൾ വളരെ പെട്ടെന്ന് ആവാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരും ദിവസം തന്നെ ഇതിനെക്കുറിച്ചൊക്കെ കാര്യമായ അപ്ഡേറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. കിട്ടുന്ന സ്പോട്ടിൽ തന്നെ നമ്മളെ ചാനൽ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ അല്ലെങ്കിൽ നമ്മളെ സെക്കൻഡ് ചാനൽ വീഡിയോ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകും നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്ന് പിക്ക് ചെയ്യില്ല പല കമൻറ്റുകൾക്കുള്ള ആൻസർ ആട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു ബ്രോ കമൻറ്റ് ഉള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ
നമ്മുടെ നറൂട്ടോ ചാപ്റ്റർ 3 ഇവന്റിന്റെ ഡേറ്റ് കൺഫേം ആയെന്നാണ് ഈ ബ്രദർ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന 28-ാം തീയതി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും നമുക്ക് ആ ടൈമിൽ നമ്മൾ FFൽ നമുക്ക് നറൂട്ടോ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്റർ 3 ആണോ ചോദിച്ചാൽ കുറച്ച് ഡൗട്ടാണ്. ചാപ്റ്റർ 1 പല ഐറ്റംസും റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്. ചാപ്റ്റർ 3 നോക്കുകയാണെങ്കിൽ ന്യൂ ആയിട്ടൊരു ഫീമെയിൽ ബണ്ടിലൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ചാപ്റ്റർ 3 ആയിട്ടൊന്ന് കണക്കാക്കാൻ പറ്റുമെന്ന് കുറച്ച് ഡൗട്ടാട്ടോ. എന്തായാലും വരും ദിവസത്തിന് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയ വീഡിയോ ചെയ്യാം കേട്ടോ, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ടൊരു ബ്രോ കമൻറ്റ് ഉള്ളത് നമ്മൾ അച്ചീവ്മെൻറ്റ് മിഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ പുതിയ മിഷൻ വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മളെ കുതിരനെ വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു മിഷൻ വന്നിട്ടുണ്ട്. കുതിരനെ വെച്ചുകൊണ്ട് നമ്മുടെ ഡബിൾ പിസ്റ്റൽ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ എനിമിനെ കില്ല് ചെയ്യുന്നൊരു മിഷനാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ തന്നെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സെക്കൻഡ് ചാനൽ ആവാനും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തമ്പനയിൽ കാണാൻ പറ്റാൻ കണ്ടു നോക്കുക. അപ്പോൾ അതുകൂടാതെ കുറച്ച് മിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കാര്യമായിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഒരു ബ്രോ ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് വല്ല ഗ്ലൂ വാൾ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രീ ആയിട്ട് എന്തായാലും നമ്മുടെ FFൽ ഈ വർഷം തന്നെ ഒരു ഗ്ലൂ വാൾ സ്കിൻ എന്തായാലും കിട്ടും, ഒരു ഗ്ലൂ വാൾ സ്കിൻ എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ അതിക്കും മേലെ കിട്ടാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാവുന്ന ഗ്ലൂ വാൾ സ്കിൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ FFWSന്റെ ഒരു ഗ്ലൂ വാൾ സ്കിന്നാട്ടോ. അപ്പോൾ ഏകദേശം ഒരു നവംബർ മന്തിലൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ ഇവൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരാനാണ് ചാൻസ് കാണുക. അപ്പോൾ അതുകൂടാതെ കുറേ റിവാർഡ്സ് ഉണ്ട്, ഓൾറെഡി ഞാൻ വീഡിയോ ആയി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക, കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ടൊരു ബ്രദർ കമൻറ്റ് ചെയ്തു നമ്മുടെ M187 എന്തെങ്കിലും ഇവൻറ്റ് വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും വരിക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവൻറ്റ് വരാൻ പോകുന്നൊരു ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സൽ റിംഗ് ഇവൻ്റ് ആണ്, ഒരു വെപ്പൺ റിംഗ് ഇവൻറ്റ്. നമ്മൾ M187 ഒരു യൂണിവേഴ്സൽ വെപ്പൺ റിംഗ് ഇവൻറ്റ് നമ്മുടെ FFൽ ഇപ്പോൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ലോഡിങ് ആട്ടോ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് AC8 കോമ്പിനേഷൻ പറയുന്നുണ്ട്. AC8 കാര്യം നമുക്കൊരു കൺഫേം ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ടൈമിൽ വന്നിട്ടുണ്ട് AC8 നമ്മളെ M187. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരുപക്ഷെ നമുക്ക് M187 ഇൻക്യുബേറ്റർ സ്കിന്ന് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് ആയ നമ്മൾ റാപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വരാനും സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും M187 ഒരു ഇവൻറ്റ് നമ്മളെ FFൽ വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഈ മന്ത് അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് വരും ഞാൻ പറയുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് മന്ത് പിന്നെയും ചാൻസ് ഉണ്ട്, ഈ മന്ത് വരാനും സാധ്യത വളരെ കുറവാട്ടോ. അപ്പോൾ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ സെപ്റ്റംബർ മന്തിലൊക്കെ ആയിട്ട് നമുക്ക് M187 ഒരു റിംഗ് ഇവൻറ്റ് എന്തായാലും പ്രതീക്ഷിക്കാട്ടെ. എന്തായാലും ന്യൂ ആയിട്ട് അപ്ഡേറ്റ് കിട്ടുകയാണെന്ന് ഞാൻ അറിയിക്കും ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് ഒരു ബ്രദർ കമൻറ്റ് ചെയ്യും നമ്മളെ ആൽപൈൻ മാപ്പ് ഉണ്ടല്ലോ റിമൂവ് ആക്കിയല്ലോ. അപ്പോൾ നമുക്ക് ഈ അപ്ഡേറ്റിലൂടെ നമുക്ക് ആൽപൈൻ മാപ്പ് റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ആൽപൈൻ മാപ്പ് റിട്ടേൺ വരുമെന്ന് ചോദിക്കുന്നത് കുറേ ദിവസമായിട്ട് ബ്രദർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഞാൻ കമൻറ്റ് കാണുന്നുണ്ട്, ഞാൻ അങ്ങനെ ആൻസർ ചെയ്യണം വിചാരിക്കും. അവസാനം അത് കമൻറ്റ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറക്കും, അങ്ങനെ പറ്റിയതാണ്. എന്തായാലും ആൽപൈൻ മാപ്പൊക്കെ നമ്മൾ FFലേക്ക് എന്തായാലും തിരിച്ചു വരും കേട്ടോ. എന്തായാലും കുറച്ച് നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിരുന്നു. എന്തായാലും നെക്സ്റ്റ് സീസൺ ഉണ്ടല്ലോ, നെക്സ്റ്റ് നമുക്ക് ന്യൂ ആയുള്ള സീസൺ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപക്ഷെ നമുക്ക് ആൽപൈൻ മാപ്പ് റീഫ്രഷ് ചെയ്യാം. ആൽപൈൻ മാപ്പൊക്കെ നമ്മളെ FFൽ ആഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഒരിക്കലും ഇത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്തുള്ളൊരു മാപ്പല്ല, ആരും പേടിക്കുന്നു വേണ്ട. ആൽപൈൻ മാപ്പിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ എന്തായാലും വെയിറ്റ് ചെയ്യുക. നമുക്കത് നെക്സ്റ്റ് സീസൺ തന്നെ നെക്സ്റ്റ് 1-ാം തീയതിയൊക്കെ ഒരുപക്ഷെ നമ്മൾ FFലേക്ക് വീണ്ടും ആഡ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ നമ്മൾ FFലേക്ക് അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന ഇവൻറ്റിനെ കുറിച്ചോ അപ്പോൾ അതുപോലെ തന്നെ റിട്ടേൺ ആർട്ടിസ്റ്റ് വരാൻ പോകുന്ന ഐറ്റത്തിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ട് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം നല്ല കമൻറ്റും കാലക്കിനെ മാക്സിമം ഇതുപോലെ തന്നെ പിക്ക് ചെയ്തുകൊണ്ട് അതിൽ ആൻസറൊക്കെ നമ്മുടെ ചാനലുമായി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ചാനലും അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലൊക്കെ ഉണ്ട്, 2 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 2 ചാനൽ വീഡിയോ വരും, അതുപോലെ തന്നെ 2 ചാനൽ റെഡീം കോഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈക്കിൻ്റെ കാര്യം മറക്കാതിരിക്കുക. 700 ലൈക്കാണ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിഡിലൻ നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.